പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നാം പെസഹ തിരുനാളിനെ കുറിച്ച് ധ്യാനിക്കുകയാണ്. നല്ല ഒരുക്കത്തോടെ പെസഹ തിരുനാളിൽ പങ്കുചേരുന്നതിനായി പരിശ്രമിക്കാം. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് അനുഭവം അനുസ്മരിക്കണം. പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹ തന്റെ ഇഹലോക ജീവിത യാത്ര പൂർത്തിയാക്കി പരമപിതാവ് ഏൽപ്പിച്ച ദൗത്യം, തന്റെ പീഡാസഹനം, കുരിശുമരണം ഇവയിലൂടെ പൂർത്തിയാക്കി പരമപിതാവിന്റെ പക്കലേക്ക് കടന്നു പോകുന്നു. ക്രൈസ്തവർ പെസഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിലൂടെയുള്ള ഈ കടന്നു പോകലാണ് അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. പെസഹ തിരുനാൾ നാം ധ്യാന വിഷയമാക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട മേഖലകളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. 1, അതൊരു പുറപ്പാടാണ്, ഒരു കടന്നു പോകലാണ്. 2, അത് ഒരു അനുസ്മരണവും ആഘോഷവുമാണ്. 3, പെസഹ ആഘോഷത്തിൽ കൗദാശികമായ അനുഷ്ഠാനത്തിന്റെ ഒരു തലം ഉണ്ട്. 4, പെസഹ ഒരേ സമയം പാപപരിഹാര ബലിയും വിരുന്നുമാണ്. 5, പെസഹായിൽ ഉടമ്പടി നവീകരണത്തിന്റെയും ബുദ്ധീകരണത്തിന്റേതുമായ ഒരു തലം. 6, പെസഹ ആഘോഷത്തിന് ഒരു സമൂഹപരമായ വശമുണ്ട്. 7, അതിന് യുഗാന്ത്യോന്മുഖമായ ഒരു വശമുണ്ട്. ഈ 7 തലങ്ങളും പഴയ നിയമ പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായിലൂടെ പൂർത്തിയാക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷാകര വ്യാപാരങ്ങളെയാണ് നമ്മൾ പെസഹ രഹസ്യങ്ങൾ അല്ലെങ്കിൽ രക്ഷാകര രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. മിശിഹായുടെ ജനനം, പരസ്യ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ രഹസ്യങ്ങളെല്ലാം ഒന്ന് ചേർന്നതാണ് പെസഹ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷത്തിലൂടെ ഒരു പുറപ്പാട് അനുഭവത്തിലേക്ക്, ഒരു കടന്നു പോകലിന്റെ അനുഭവത്തിലേക്ക് വളരുകയാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ലോകത്തിൽ നിന്നുമുള്ള മോചനം പ്രാപിച്ചുകൊണ്ടുള്ള കടന്നുപോകൽ. ഇവയിൽ നിന്ന് മോചിക്കപ്പെട്ട് പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, ലോകത്തിൽ നിന്ന് ആത്മീയതയുടെ മേഖലയിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, യേശുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഇവയിലൂടെ അവിടുന്ന് എന്നേക്കുമായി ലോകത്തിന്റെ മേലും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും വിജയം വരിച്ചു. പാപത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും, മരണത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുക മാത്രമല്ല, ജീവൻ തുറമുഖത്തേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ഈ കടന്നു പോകലിനെയാണ് നാം പ്രത്യേകമായി പെസഹ തിരുനാളിൽ ആഘോഷിക്കുന്നത്. പെസഹ തിരുനാളിന്റെ കടന്നു പോകലിനെ കുറിച്ച് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, സംഹാരദൂതൻ അവരെ കടന്നുപോയത്. 2, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് തിടുക്കത്തിൽ പുറപ്പെട്ടതുകൊണ്ട് അവർക്ക് മാവ് പുളിപ്പിക്കാൻ സമയം ലഭിച്ചില്ല. അതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചു. പഴയ നിയമ പെസഹായെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം ഓർത്തിരിക്കേണ്ടത്, പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും ഇസ്രായേൽ ജനം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കാനാന്യരുടെ ഇടയിൽ, നാടോടികളായ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന തിരുനാളുകളായിരുന്നു. ആടുമേയ്ക്കൽ തൊഴിലാക്കി മാറ്റിയ നാടോടികളായ ഇടയന്മാർ കാലാവസ്ഥയുടെ മാറ്റമനുസരിച്ച് അവർക്ക് പച്ചപ്പുൽ മേടകൾ കണ്ടെത്തത്തക്ക വിധം ഒരു ദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവർ പോവുക പതിവാണ്. അങ്ങനെ പോകുമ്പോൾ ആടുകൾക്ക് സംരക്ഷണം കിട്ടാനും സമൃദ്ധമായ പുൽമേടകളിലേക്ക് അവരെ ദൈവം നയിക്കാനും ഒക്കെ ആയിട്ട് ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി അവർ കുഞ്ഞാടിനെ ബലി കഴിച്ച് അതിന്റെ രക്തം അവരുടെ
കട്ടിളപ്പടികളിൽ പുരട്ടുകയും മാംസം ചുട്ട് കൈപ്പുള്ള ഇലകൾ ചേർത്തുള്ള ചാറ് ഉണ്ടാക്കി അതോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. കൈപ്പുള്ള ഇലകൾ ചേർത്തുള്ള ചാറ് ഉണ്ടാക്കുന്നത് രുചിക്ക് വേണ്ടിയാണ്, ഈ മാംസത്തിന് രുചി കിട്ടാൻ. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തുമ്പോൾ കാനാന്യരുടെ ഇടയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നത് വിളവെടുപ്പിനോടനുബന്ധിച്ച് ഒരാഴ്ച പുളിപ്പില്ലാത്ത അപ്പം അവർ ഭക്ഷിക്കും. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തിയപ്പോൾ തങ്ങളുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരും ആഘോഷിക്കാൻ തുടങ്ങി. പെസഹ ആഘോഷിക്കുക കർത്താവ് അവരോട് കൽപ്പിച്ചിരുന്നതാണ്. അവരെ ഈജിപ്തിൽ നിന്ന്, അടിമത്വത്തിന്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചതിന്റെ ഓർമ്മയാചരണമായി പെസഹ ആഘോഷിക്കണമെന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചതാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സംഹാരദൂതൻ എപ്രകാരം അവരെ കടന്നുപോയി, അവർക്ക് യഹോവയുടെ സംരക്ഷണം എപ്രകാരം നൽകപ്പെട്ടു, ഇതെല്ലാം വിവരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ എന്നും ഇത് അനുസ്മരിക്കണം. അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ തിടുക്കത്തിൽ പുറപ്പെടേണ്ടി വന്നതിന്റെ അനുസ്മരണയാണ്, അല്ലാതെ വിളവെടുപ്പിന്റെ തിരുനാളിന്റെ ഭാഗമല്ല. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ചുള്ള പെസഹ ആചരണവും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും ഇവ രണ്ടും കൂടെ സമന്വയിപ്പിച്ചാണ് അവർ പെസഹ ആഘോഷിച്ചിരുന്നത്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പെസഹ എന്ന് പറയുന്നത് ഈ പഴയ ഇസ്രായേലിന്റെ പെസഹ അല്ല. യേശു തമ്പുരാൻ തന്റെ കടന്നുപോകലിന് മുമ്പ്, അതായത് തന്റെ പീഡാസഹനം, കുരിശുമരണം ഇവയിലൂടെ ദൈവപിതാവ് തന്നെ ഏൽപ്പിച്ച രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി പരമപിതാവിന്റെ പക്കലേക്ക് കടന്നു പോകുന്നതിന്റെ ഓർമ്മയാണ്. പരിശുദ്ധ കുർബാനയാണ് പുതിയ പെസഹ. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നമ്മിൽ നേരത്തെ പറഞ്ഞ 3 പരിവർത്തനങ്ങൾ, പുറപ്പാട് അല്ലെങ്കിൽ കടന്നുപോകൽ സംഭവിക്കണം. 1, പാപത്തിൽ നിന്നുള്ള പുറപ്പാട്. 2, ജഡത്തിന്റെ, ലോകത്തിന്റെ ലൗകികമായ ആകർഷണ വലയങ്ങളിൽ നിന്നുള്ള പുറപ്പാട്. 3, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പുറപ്പാട്. ഈ പുറപ്പാട് നമ്മിൽ സംഭവിക്കാൻ തക്ക വിധം നമ്മെ ഒരുക്കുകയായിരുന്നു. വലിയ നോമ്പിലെ 40 ദിവസത്തെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നോമ്പുമെല്ലാം, ആ തപസ്സിന്റെ ജീവിതം നമ്മെ പാപത്തിന്റെ മേൽ വിജയം വരിച്ച് പുണ്യങ്ങളിൽ വളർന്ന് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാനും കർത്താവ് നമ്മെ ഒരുക്കുകയായിരുന്നു. ഈ പെസഹ ആചരണം നമ്മെ യേശുവിനോടൊത്ത് ജയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുകയാണ്. പെസഹ തിരുനാളിൽ ഇസ്രായേൽ ജനം യഹോവയായ ദൈവത്തിന്റെ എല്ലാ രക്ഷാകര പ്രവർത്തനങ്ങളും അനുസ്മരിക്കും. സൃഷ്ടി, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, സീനായി ഉടമ്പടി, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി കൂടെ നടന്ന് സംരക്ഷിച്ച് നയിച്ച യഹോവയായ ദൈവത്തിന്റെ സംരക്ഷണം, ഇതെല്ലാം അനുസ്മരിച്ച് അവർ ദൈവമായ കർത്താവിന് നന്ദി പറയും. ഓരോ പെസഹ തിരുനാളിലും അവർ ഇപ്രകാരം ദൈവം ചെയ്ത പ്രവൃത്തികളെല്ലാം ഓർത്ത് നന്ദി പറയുക അവരുടെ പ്രത്യേക ശൈലിയാണ്. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് അനുഭവം പൂർത്തിയാകുന്നത് ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചെങ്കടലിലൂടെ, കരയിലൂടെ എന്ന പോലെ അക്കരയിൽ നയിച്ചു. തകെ വന്ന ഈജിപ്തുകാരിൽ നിന്ന് അവരെ സംരക്ഷിച്ച് ദൈവം നയിച്ചു. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി കൂടെ നടന്ന് സംരക്ഷിച്ച് കാനാൻ ദേശത്തെത്തിച്ചു. ഇന്ന് ക്രൈസ്തവരായ നമ്മൾ ഈ പെസഹ ആഘോഷിക്കുമ്പോൾ യേശുവിലൂടെ പഴയ പെസഹായുടെ സ്ഥാനത്ത് പുതിയത് സ്ഥാപിതമായി. രണ്ടാമതായി, പുതിയ പെസഹ ഒരനുസ്മരണവും ആഘോഷവുമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ
യേശു പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു തമ്പുരാൻ തന്റെ ശിഷ്യരോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കുവാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു കൽപ്പിച്ചതനുസരിച്ച് മാളിക മുറിയിൽ പെസഹ ഒരുക്കി ശിഷ്യരോടൊത്ത് പെസഹ ഭക്ഷിച്ചു. ആ പെസഹയിൽ പഴയ പെസഹ മാറ്റി യേശു പുതിയ പെസഹ സ്ഥാപിച്ചു. അപ്പൊ ഇത് വെറും ഒരു അനുസ്മരണവും ആഘോഷവുമല്ല, ഇന്നിവിടെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന അനുഭവം. അവിടുന്ന് സ്ഥാപിച്ച പുതിയ ഉടമ്പടി അഥവാ പരിശുദ്ധ കുർബാന, യേശുവിനോടൊത്ത് ആ മാളികയിൽ നാമം പങ്കുകാരാകുന്ന അനുഭവം, ഇന്നിവിടെ സന്നിഹിതമാക്കി തരുന്ന അനുഭവം. മൂന്നാമതായി, നമ്മുടെ പെസഹ ആഘോഷത്തിൽ കൗദാശികമായ ഒരു മാനമുണ്ട്. കൗദാശിക മാനമെന്ന് പറയുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഇടപെടൽ കൗദാശിക പ്രതീകങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു. പഴയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതെല്ലാം അവർ അനുസ്മരിക്കുന്നു. അപ്പോൾ കൗദാശികമായി ദൈവം ആ യാഥാർത്ഥ്യങ്ങൾ അവരുടെ ഇടയിൽ സന്നിഹിതമാക്കുകയാണ്. പുതിയ ഇസ്രായേലായ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യമായ ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി നമ്മെ വാഗ്ദത്ത ഭൂമിയുടെ സ്ഥാനത്ത് സ്വർഗീയ ജെറുസലേമിലേക്ക്, ജീവൽ തുറമുഖത്തേക്ക്, ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. അങ്ങനെയെങ്കിൽ പെസഹ ദിനത്തിൻ്റെ ആഘോഷത്തിൽ രക്ഷാകര ചരിത്രത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ മുഴുവൻ നമുക്ക് ഇന്നിവിടെ ഈ പെസഹ ആഘോഷത്തിലൂടെ, പെസഹ വ്യാഴാഴ്ച നാം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത് വഴി നമുക്കിവിടെ അനുഭവവേദ്യമാകണം. മാത്രമല്ല, സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവനും ഈ പെസഹ രഹസ്യങ്ങളിൽ ഉൾച്ചേർന്നുള്ള ഒരു ജീവിതം തന്നെ ആയിത്തീരണം. ക്രൈസ്തവന്റെ അനുദിന ജീവിതം പെസഹ രഹസ്യങ്ങളിൽ ഉൾച്ചേർന്നുകൊണ്ടുള്ള ജീവിതമായി തീരണം. ഓരോ പരിശുദ്ധ കുർബാനയും നമ്മെ ഈ ഒരു അനുഭവത്തിലേക്കാണ് നയിക്കേണ്ടത്. അന്ത്യ അത്താഴ വേളയിൽ അത്താഴത്തിന് ശേഷം അഥവാ പെസഹ വിരുന്നിന് ശേഷം അവിടുന്ന് സ്ഥാപിച്ച പുതിയ പെസഹ, തൻ്റെ ശരീര രക്തങ്ങളാലുള്ള പുതിയ പെസഹ വിരുന്ന് നമ്മൾ ഇന്നിവിടെ പങ്കുചേരുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയും പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ രാജാവും രക്ഷകനും നാഥനുമായി വിശ്വസിച്ചേറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് ഉത്ഥാന മഹത്വത്തിൽ പങ്കാളികളാകാൻ സാധിക്കൂ. തിന്മയുടെ മേൽ വിജയം വരിച്ചു പുണ്യത്തിൽ വളർന്ന് കർത്താവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുന്നവർക്കാണ് തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ പോലും രക്ഷാകരമാക്കിക്കൊണ്ട് യേശുവിൻ്റെ ജയജീവിതത്തിൽ ഉത്ഥാന മഹത്വത്തിൽ പങ്കുകാരാകാം. നാലാമതായി, നാം സഭാ സമൂഹമായി യേശുവിൻ്റെ പെസഹായിൽ പങ്കുചേരുകയാണ്. സഭാ മക്കൾ എന്ന നിലയിൽ ദൈവജനം ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ പ്രത്യേകമാം വിധം പങ്കുചേരുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പെസഹായ്ക്ക് ഒരു യുഗാന്ത്യോന്മുഖമായ മാനമുണ്ട്. പ്രവാചകന്മാരിലൂടെ അറിയിച്ചിരുന്ന യുഗാന്ത്യ പൂർത്തീകരണം യേശുവിലാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കപ്പെടുന്നത്. യേശു മിശിഹായിലൂടെ സ്ഥാപിതമായ ഈ പുതിയ പെസഹായിലൂടെ നാം യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. പഴയ ഇസ്രായേലിന് കാനാൻ ദേശമായിരുന്നു വാഗ്ദത്ത ഭൂമി. അവർ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. പുതിയ ഇസ്രായേലായ നാം സ്വർഗീയ ജെറുസലേമാകുന്ന, പുതിയ ജെറുസലേമാകുന്ന വാഗ്ദത്ത ഭൂമി ലക്ഷ്യം വെച്ചാണ് പ്രയാണം ചെയ്യുന്നത്. അത് പൂർത്തിയാക്കപ്പെടുന്നത് നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തോടെ. പെസഹ തിരുനാളിലെ പ്രാർത്ഥനകളിലെല്ലാം പ്രത്യേകമാം വിധം നാം അനുസ്മരിക്കുന്നതാണ് ഈ പ്രയാണം. വിശുദ്ധ വാരത്തിലെ പ്രാർത്ഥനകളിലുടനീളം, പ്രത്യേകിച്ച് സെദറ പ്രാർത്ഥനകൾ, വളരെ വ്യക്തമായി ഇവ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പുതിയ പെസഹായെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് പോകാം. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു
ശിഷ്യന്മാരോട് കൽപ്പിച്ചതനുസരിച്ച് അവർ പോയി പെസഹ ഒരുക്കുന്നതാണ്. 14 മുതലുള്ള വാക്യങ്ങൾ അവരുടെ പെസഹ ഭക്ഷണവും. 14 വാക്യം മുതൽ നമുക്ക് ശ്രവിക്കാം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടി ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു തൻ്റെ അരുമ ശിഷ്യരോടൊത്ത് പെസഹ ഭക്ഷിക്കുവാൻ അത്യധികം ആഗ്രഹിച്ചു. ഇന്ന് നമ്മളെ കാത്തിരിക്കുകയാണ് അവിടുന്ന്. നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ നാഥനോടൊത്ത് പെസഹ ഭക്ഷിക്കുവാൻ അത്യധികം ആഗ്രഹത്തോടെ ഒരുങ്ങിയാണോ കാത്തിരിക്കുന്നതെന്ന് നാം ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. 16 വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. തുടർന്ന് 17 വാക്യം മുതൽ അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. 19 വാക്യം വരെ വരുന്നത് പെസഹ വിരുന്നിന്റെ പശ്ചാത്തലമാണ്. യേശു തൻ്റെ ശിഷ്യരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നത്. 19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. 20 വാക്യത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് കൊണ്ടരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. യേശു തമ്പുരാൻ പെസഹ വിരുന്നിന് ശേഷം അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പരമപിതാവിന് സമർപ്പിച്ച് മുറിച്ച് ഇവർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. അതുപോലെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. നമ്മുടെ കർത്താവ് സ്ഥാപിച്ച ഈ പുതിയ ഉടമ്പടിയും അന്ത്യ അത്താഴവും തമ്മിൽ യഥാർത്ഥമായ വ്യത്യാസം തിരിച്ചറിയാത്തവരുണ്ട്. കർത്താവ് പെസഹ വിരുന്നിന് ശേഷം അല്ലെങ്കിൽ അത്താഴത്തിന് ശേഷം തൻ്റെ ശരീര രക്തങ്ങളിലുള്ള പുതിയ ഉടമ്പടി, നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് 19, 20 വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത്. തുടർന്ന് ശിഷ്യന്മാരോട് പറയുകയും ചെയ്തു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അന്ത്യ അത്താഴം ശിഷ്യരോടൊത്ത് ഭക്ഷിച്ചിട്ട് അത് കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനല്ല പറഞ്ഞത്, മറിച്ച് അത്താഴത്തിന് ശേഷം അവിടുന്ന് തൻ്റെ ശരീര രക്തങ്ങളിലുള്ള പുതിയ ഉടമ്പടി സ്ഥാപിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മ അഥവാ ക്രിസ്തു സംഭവത്തിൻ്റെ ഓർമ്മ. യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഇവ അടങ്ങുന്ന പെസഹ രഹസ്യങ്ങളുടെ മുഴുവൻ ഓർമ്മ. അതാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രിസ്തു സംഭവത്തിൻ്റെ അനുസ്മരണമാണ് അപ്പോൾ പെസഹ. നമ്മുടെ കർത്താവ് പരമപിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകുമ്പോൾ ശിഷ്യഗണത്തിന് നൽകിയിട്ട് പോകുന്നത്, അഥവാ തൻ്റെ ശരീരമാകുന്ന സഭയെ ഫലമേൽപ്പിച്ചിട്ട് പോകുന്നത് ഈ ക്രിസ്തു സംഭവം മുഴുവൻ അനുസ്മരിക്കാൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധ കുർബാനയാകുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണെന്ന്. സഭയുടെ ആരാധനക്രമപരമായ പ്രാർത്ഥനകളിലും കൂദാശകളിലും പങ്കുചേരുമ്പോൾ നാം ചരിത്രത്തിലെ സമയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവിക സമയത്തിലേക്ക്, അതായത് ക്രോണോസിൽ നിന്ന് കൈറോസിലേക്ക്. ഈ പെസഹ തിരുനാളിൽ നാം ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഓർക്കാം, ഒരുക്കത്തോടുകൂടെ നാം പങ്കുചേരുന്ന ഓരോ പരിശുദ്ധ കുർബാനയും നമ്മെയും ലോകത്തെ മുഴുവനും
നിത്യതയിലേക്ക് ഉയർത്താൻ മതിയായതാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിൻ്റെ സമയത്തിൽ നിന്ന്, ക്രോണോസിൽ നിന്ന് കൈറോസിലേക്ക്, ദൈവിക സമയത്തിലേക്ക്, നിത്യമായ രക്ഷാകര സമയത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന ഈ മഹനീയ കർമ്മത്തിൽ നാം പങ്കുചേരുകയാണെന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ദിവ്യ കർമ്മങ്ങളിൽ പങ്കുചേരാം. ഇതിൽ പങ്കുചേരുന്ന നമ്മളും കർത്താവിൻ്റെ പീഡകളിൽ ഹാച്ചായിൽ പങ്കുചേരണം. ഹാച്ചായിൽ അഥവാ പീഡാ സഹനങ്ങളിൽ പങ്കുചേരുന്നവർക്ക് മാത്രമേ അവിടുത്തെ ജയജീവിതത്തിൽ പങ്കൊള്ളൂ, ഉത്ഥാന മഹത്വത്തിൽ പങ്കൊള്ളൂ. ഹാച്ചായിൽ അഥവാ പീഡാസഹനത്തിൽ അർത്ഥപൂർണമായി പങ്കുചേരണമെങ്കിൽ പാപത്തെ ജയിച്ച് പുണ്യത്തിൽ വളരണം. അവൻ്റെ രണ്ടാം വരവ് വരെയുള്ള രക്ഷാകര വ്യാപാരങ്ങൾ മുഴുവൻ നാം അനുസ്മരിക്കുകയാണ്. ഇവ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് സഭയുടെ ആരാധനാ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് കൗദാശിക ജീവിതത്തിലൂടെയാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ പങ്കുചേരാൻ സാധിക്കുന്നത്. നാം മാത്രം പങ്കുചേരുകയല്ല, ലോകത്തെ മുഴുവൻ ഇതിൽ പങ്കുചേർക്കാൻ നമുക്ക് കടമയുണ്ട്. തൻ്റെ പീഡകളാൽ നമ്മെ വിശുദ്ധീകരിച്ച നാഥൻ്റെ പീഡകളിൽ പങ്കുചേരുന്ന നാം നമ്മുടെ സഹനങ്ങളിലൂടെയും ലോകത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കണം. കർത്താവേ, അവിടുത്തെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങയുടെ ജയജീവിതത്തിൽ പങ്കുചേർന്നുള്ള ജീവിതമാക്കി മാറ്റാൻ, രക്ഷാകരമാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ലക്ഷ്യബോധത്തോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ നമുക്ക് പരിശ്രമിക്കാം. ഈ രക്ഷാകര വ്യാപാരങ്ങളിൽ സകലരെയും ഉൾച്ചേർക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.